പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനത്തിലിരിക്കുന്ന നേരത്ത് സൂറത്തുൽ ബഖറയിലെ 249 വചനത്തിൽ അള്ളാഹു പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ പാഠമാകേണ്ട ഒരു സംഗതി ചരിത്രത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രം എടുത്തുദ്ധരിച്ചത് നമുക്ക് വലിയ പാഠങ്ങൾ സമ്മാനിക്കാനാണ്. ആ ചരിത്രത്തിൽ അള്ളാഹു പറയുന്നത്, മലിക്കു ത്വാലൂത്ത് അഥവാ ഇസ്രായേലിയരായ ആളുകൾ അവരുടെ പ്രവാചകനോട് നിരന്തരം ആവശ്യപ്പെട്ട്, ഞങ്ങൾക്കൊരു മോചനം വേണം, മോക്ഷം വേണം, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, ആ രാജാവിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ നാടിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യും, അത്രമാത്രം ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവരായിരിക്കുന്നു, അതുകൊണ്ടൊരു രാജാവിനെ നിശ്ചയിച്ചു തരാൻ അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഇസ്രായേലിയർ ആവശ്യപ്പെട്ടതനുസരിച്ചു കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല താലൂത്ത് എന്ന ഒരു ചെരുപ്പുകുത്തിയെ, ഒരു സാധാരണ പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളെ രാജാവായി നിശ്ചയിച്ചു കൊടുത്തത്. ആ രാജാവിൻ്റെ പേരാണ് ത്വാലൂത്ത്. അദ്ദേഹത്തെ രാജാവായി അംഗീകരിക്കുന്നതിൽ ആദ്യമൊക്കെ വിമുഖത കാണിച്ചുവെങ്കിലും അള്ളാഹുവിൻ്റെ നിർദ്ദേശം പാലിക്കുകയല്ലാതെ അവർക്ക് മറ്റൊരു വഴിയുണ്ടായില്ല. കരുത്തനായ താലൂത്ത് തൻ്റെ സൈന്യവുമായി കടന്നു പോകുന്ന രംഗത്തെ സംബന്ധിച്ചാണ് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അവിടെ റബ്ബ് പറഞ്ഞു, ഫലമ്മാ ഫസല താലൂത്ത് ബിൽ ജുനൂദ്. താലൂത്ത് തൻ്റെ സൈന്യവുമായി ഇങ്ങനെ പോകുമ്പോൾ അവർക്കൊരു നദി മുറിച്ചു കടക്കേണ്ടി വന്നു. സമൃദ്ധമായ വെള്ളമൊഴുകുന്ന ഒരു നദി അവർക്ക് മുറിച്ചു കിടക്കേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ താലൂത്ത് തന്റെ സൈന്യത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹരിൻ ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നീ വമൻ ലം യതഅംഹു ഫഇന്നഹു മിന്നീ ഇല്ലാ മൻ ഇഅ്തറഫ ഉർഫതൻ ബിയദിഹി. ആ നദി കടക്കുമ്പോൾ താലൂത്ത് പറയുകയാണ്, ഒരാളും ഈ നദിയിൽ നിന്ന് വെള്ളം കുടിക്കരുത്. ഈ നദിയിൽ നിന്ന് നിങ്ങളിൽ ഒരാളും വെള്ളം കുടിക്കാൻ പാടില്ല. തീക്ഷ്ണമായ ചൂടുള്ള ദിവസമാണ്, അവരുടെ തല പതക്കുന്ന ചൂടുണ്ട്. പക്ഷേ തന്റെ സൈന്യവുമായി പോകുമ്പോ താലൂത്ത് തന്റെ സൈന്യത്തോട് പറഞ്ഞു, ഈ നദി നിങ്ങൾക്ക് പരീക്ഷണമാണ്, ഇതിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിച്ചുകൂടാ. ഇതിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിച്ചാൽ ഫലൈസ മിന്നി, അവൻ ഈ സൈന്യത്തിൽ ഉണ്ടാകാൻ പാടില്ല, അവൻ നമ്മുടെ ആളല്ല. ഇനി അതല്ല, ഇതിൽ നിന്ന് ആരെങ്കിലും രുചിക്കാതെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഫഇന്നഹു മിന്നി, അവൻ നമ്മുടെ സൈന്യത്തിൽ ഉണ്ടാകും, നമ്മുടെ കൂടെ ഉണ്ടാകും, അവൻ കരുത്തുള്ളവനാകും. പക്ഷെ സംഭവിച്ചത്, താലൂത്ത് തന്റെ സൈന്യവുമായി പുറപ്പെട്ട് നദി കടന്നപ്പോ ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലം മിൻഹും, അവരിൽ നിന്ന് ബഹുഭൂരിപക്ഷവും വെള്ളം കുടിച്ചു എന്നാണ്. അവരിൽ നിന്ന് ഭൂരിഭാഗവും വെള്ളം കുടിച്ചു. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഉലമാ പറയുന്നത് കാണാൻ സാധിക്കും. ആ താലൂത്ത് തന്റെ സൈന്യവുമായി പോകുമ്പോ സൈന്യത്തിൽ ഏതാണ്ട് 80,000 ആളുകളുണ്ടായിരുന്നു. 80,000 ആളുകളുമായിട്ടാണ് താലൂത്ത് തന്റെ സൈന്യവുമായി പോയത്. ആ പോകുന്ന പോക്കിൽ അവർ കണ്ട നദി, ആ പുഴ, ആ നെഹ്റ് എന്ന് പറയുന്നത് ബൈനൽ ഉർദുന്നി ഫലസ്തീൻ, ജോർദാനിലുള്ള ഫലസ്തീനിലൂടെയൊക്കെ ഒഴുകുന്ന ജോർദാൻ നദി എന്ന് അറിയപ്പെടുന്ന നദിയാണ്. ആ നദിയാണ് അവർ മുറിച്ചു കടന്നത്. ആ നദിയിൽ നിന്ന് നിങ്ങൾ ഈ വേളയിൽ വെള്ളം കുടിക്കരുത് എന്നാണ് താലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സൈന്യത്തോട് പറഞ്ഞത്. പക്ഷേ 80,000 വരുന്ന സൈന്യത്തിൽ അധിക പേരും പരാജയപ്പെട്ടു പോവുകയും
ഏതാണ്ട് താലൂത്ത് രാജാവ് യുദ്ധമുഖത്തേക്ക് എത്തിയപ്പോ കാണാൻ കഴിഞ്ഞത് അതിൽ നിന്ന് 80,000-ൽ നിന്ന് 76,000 പുറംതള്ളപ്പെട്ടു പോയി. വെറും 4,000 ആളുകളായി അത് കുറഞ്ഞുപോയി. 4,000-ൽ നിന്ന് അദ്ദേഹം യുദ്ധമുഖത്തേക്ക് എത്തിയപ്പോ ഹബീബുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലുള്ളാഹിയുടെ സ്വഹാബത്തും പറയുന്നത് കാണാൻ സാധിക്കും. ഏതാണ്ട് ബദറിൽ പങ്കെടുത്ത ആളുകൾ മാത്രമായി അവരുടെ എണ്ണമായി അഥവാ 300 ചില്ലുവാനം ആളുകളായി താലൂത്തിന്റെ സൈന്യം ചുരുങ്ങിപ്പോയി. ഇത് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചത് അടിസ്ഥാനപരമായ ചില സംഗതികൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ്. ഒന്ന്, ഈ ചരിത്രം നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. പരിശുദ്ധമായ റമദാനിന്റെ തുടക്കത്തിൽ താലൂത്ത് രാജാവിന്റെ കൂടെ ആളുകൾ കൂടിയതുപോലെ 80,000-ഓ അതിനപ്പുറമോ ആളുകൾ ഒരുപക്ഷെ അതിന്റെ തുടക്കത്തിൽ ഉണ്ടാകും. ആ റമദാനിന്റെ നദി, ആ പ്രയാസം, വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ മുറിച്ചു കിടക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോ, യുദ്ധമുഖത്തേക്ക് എത്തുമ്പോൾ, എൻഡിലേക്ക് എത്തുമ്പോ, അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നിടത്തേക്ക് എത്തുമ്പോ പലപ്പോഴും താലൂത്ത് രാജാവിന്റെ കൂടെ വന്ന ആളുകൾ 4,000-ആയി കുറഞ്ഞു. അത് പിന്നെ 400-ആയി കുറഞ്ഞതുപോലെ പലപ്പോഴും ആളുകൾ ഈമാനികമായ രംഗത്തിൽ ശോഷണം സംഭവിച്ച് റമദാനിന്റെ അവസാന ഭാഗത്തെത്തുമ്പോ കുറഞ്ഞു പോകും. ആ കുറഞ്ഞ ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുക എന്ന ഒരു പാഠം ഇതിലുണ്ട്. രണ്ടാമതായി നമുക്ക് ഈ സംഭവത്തിൽ നമുക്ക് കിട്ടാനുള്ള പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. വിഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ മുന്നിൽ, സമൃദ്ധമായ നദി ഉണ്ടാകും നമ്മുടെ മുന്നിൽ, പോഷക സമൃദ്ധമായ വെള്ളമൊഴുകുന്ന നദികൾ കുറുകെ കടക്കേണ്ടി വരുമ്പോഴും അല്ല പറയുന്നു തൊട്ടുപോകരുതതിൽ. അത് പരീക്ഷണമാണ്, ഇബ്തില ആണത്. തൊട്ടുപോകരുതതിൽ. മോഹിപ്പിക്കും ഒരുപക്ഷെ ചൂട്. നിങ്ങളുടെ തൊണ്ട വരണ്ടു പോകുമ്പോ അതിൽ നിന്നൊരിറ്റ് വെള്ളം കുടിച്ചാൽ എന്താ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകും. പക്ഷേ ആ ഇബ്തില ഉണ്ടാകുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിന്റെ ഇച്ഛക്കനുസരിച്ച് കൊണ്ട് വഴങ്ങിപ്പോകരുത്. നിങ്ങൾ ഉൾക്കരുത്തുള്ളവരായി തീരണം. ഉൾക്കരുത്തുണ്ടാകണം നിങ്ങൾക്ക്. ഏത് ഘട്ടത്തിലും സൗഭാഗ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും അള്ളാഹുവിന്റെ താക്കീതുകളും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ ആ റബ്ബിന്റെ നിർദ്ദേശത്തിന് പൂർണ്ണമായി വശംവദനായിക്കൊണ്ട് മറ്റു താല്പര്യങ്ങളിൽ നിന്ന് മുക്തമായി നിലകൊള്ളണമെന്നൊരു പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി ഈ ആയത്ത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട ആയത്താണ്, ജോർദാൻ നദിയുമായി ബന്ധപ്പെട്ട ആയത്താണ്. നമ്മുടെ കണ്ണു നനയുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടുപോയി. ഫലസ്തീൻ മക്കൾക്ക് നോമ്പ് തുറക്കാൻ പോലും കഴിക്കാനുള്ള ഭക്ഷണമില്ലാതെ, കുടിക്കാനുള്ള വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഒരുപക്ഷെ അവരെ കാണുമ്പോ നമുക്ക് തോന്നിപ്പോകരുത് അവർ പരാജയപ്പെട്ടു പോയി എന്ന്, അവർ തോറ്റുപോയി എന്ന്. അവർ വിജയിക്കാനുള്ള ജനതയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുകയാണ്. ആ വിജയം നൽകുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിക്കൊണ്ടല്ല, ഉൾക്കരുത്തു നേടിയ ഒരു സമൂഹമായി അവർ വളരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാച്ചിയെടുക്കുകയാണ്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും അതിജയിക്കുവാനുള്ള കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. ജോർദാൻ നദി സമൃദ്ധമായി ഒഴുകിയ കാലത്ത് പോലും അതിൽ നിന്ന് വെള്ളം കുടിക്കരുത് എന്ന് താലൂത്ത് രാജാവിലൂടെ വിളംബരം നടത്തിയിട്ട് ആ വെള്ളം തടഞ്ഞുകൊണ്ട് അവരെ കരുത്തരാക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഏത് അനുഗ്രഹങ്ങളുടെ മുന്നിൽ നിന്നാലും അതെല്ലാം ത്യജിക്കാനുള്ള മനസ്സ് റബ്ബ് സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തുകയാണ്. ആ ഉൾക്കരുത്താണ് നമുക്ക് ആവശ്യം. നോമ്പിലൂടെ നമ്മൾ നേടിയതും അതാണ്, നോമ്പിലൂടെ നമുക്ക് ലഭിക്കേണ്ടതും അതാണ്. നമ്മുടെ ചുറ്റുഭാഗത്തും വിശിഷ്ടമായ വിഭവ സമൃദ്ധമായ എല്ലാം ഉണ്ട്. പക്ഷെ അള്ളാഹു വിലക്കിയത് കൊണ്ട് എനിക്കത് വേണ്ട. എന്റെ ശരീരം ആവശ്യപ്പെടുന്നത്, എന്റെ ആഗ്രഹങ്ങൾ, അതൊക്കെ ഞാൻ മാറ്റിവെക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി. അങ്ങനെയാണ് ഉൾക്കരുത്ത് നേടേണ്ടത്. പ്രത്യേകിച്ച് അന്നവും വെള്ളവും ഉപേക്ഷിച്ചുകൊണ്ട്, സമൃദ്ധമായ ജോർദാൻ നദിയിലെ വെള്ളം പോലും ഉപേക്ഷിച്ചുകൊണ്ട് കരുത്തു നേടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ വാചകങ്ങളിലൂടെ, ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ നമുക്ക് നൽകുന്നു ഈ വചനം. അതുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, 8000-മായി പുറപ്പെട്ട സൈന്യം യുദ്ധമുഖത്തെത്തുമ്പോ 4000 ചുരുങ്ങി കേവലം 300 ചില്ലാനമായി കുറഞ്ഞു പോയപ്പോ ഖാലല്ലദീന യളുന്നൂൻ അന്നഹും മുലാഖുല്ലാഹി കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറതൻ ബിഇദ്നില്ലാഹ് വല്ലാഹു മഅസ് സാബിരീൻ
ഫലമ്മാ ജാവസാഹു ഹുവ വല്ലദീന ആമനൂ മഅഹ്. താലൂത്ത് രാജാവിന്റെ കൂടെയുള്ളവരും ജോർദാൻ നദി കുറുകെ കടന്ന് മറുഭാഗത്തെത്തുമ്പോ നോക്കുമ്പോൾ കൂടെ വന്നവരാരുമില്ല. 80,000 ചുരുങ്ങിപ്പോയി. ആൾക്കൂട്ടമില്ല, ബഹളമില്ല. കേവലം 300 ചുല്ലാനമായവര് ചുരുങ്ങിപ്പോയപ്പോ താലൂത്ത് രാജാവിനോട് കൂടെയുള്ള ചില ആളുകൾ പറയാണ്, ലാ ത്വാഖത ലനൽ യൗം ബിജാലൂത വജുനൂദിഹി. കിങ്കരനായ ജാലൂത്ത്, ഭീകരനായ ജാലൂത്ത്, സ്വേച്ഛാധിപതിയായ ജാലൂത്ത്, ആ ജാലൂത്തിനെയും അവന്റെ കരുത്തുറ്റ സൈന്യത്തെയും നേരിടാനുള്ള ആളുകൾ നമ്മുടെ കൂടെയില്ലല്ലോ. നമ്മൾ കരുത്തു കുറഞ്ഞവരായി പോയല്ലോ, നമ്മൾ അംഗബലം കുറഞ്ഞവരായി പോയല്ലോ എന്ന് താലൂത്ത് രാജാവിനോട് കൂടെയുള്ളവർ പരാതി പറയുമ്പോ ഖാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖുല്ലാഹ്, കൂട്ടത്തിൽ വിവരമുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്, കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയതൻ കതീറാ. ആളെണ്ണം കുറഞ്ഞ എത്രയോ സംഘങ്ങളാണ് ഭീകരരായ വലിയ പരപ്പുള്ള വലിയ സൈന്യത്തെ അതിജയിച്ചത്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, അള്ളാഹുവിന്റെ പ്രത്യേകമായ സൗഭാഗ്യത്തിൽ, അള്ളാഹുവിന്റെ ഇതിനുകൊണ്ട് എത്രയോ ആളുകളാണ് രക്ഷപ്പെട്ടു പോയത്, വിജയിച്ചു പോയത്. യഥാർത്ഥത്തിൽ താലൂത്തിന്റെ കാര്യത്തിൽ അത് തന്നെ സംഭവിച്ചു. ഇന്നലകളിൽ അത് തന്നെ സംഭവിച്ചു. ഈ ഒരു പ്രതീക്ഷ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതീക്ഷയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഈ വെള്ളിയാഴ്ചയിൽ നിൽക്കുന്ന വേളയിൽ ആ ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹുവേ, ഖലീലായ തീച്ചൂളയിലൂടെ നടന്നുപോയ, പ്രതിസന്ധികൾ അനുഭവിച്ച പരിശുദ്ധ റമദാനിൽ പോലും നല്ലവണ്ണം അത്താഴം കഴിക്കാനില്ലാതെ പോയ, നല്ലവണ്ണം നോമ്പ് തുറക്കാനില്ലാതെ പോയ ഫലസ്തീന മക്കൾ, അവർക്ക് അല്ലാഹുവേ നീ കൊടുത്ത ഉൾക്കരുത്ത്, പ്രതിസന്ധികളിൽ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ, തകർന്നു വീണ വീടുകൾക്കിടയിൽ നിന്നുകൊണ്ട് അല്ലാഹുവേ നിനക്ക് സുജൂദ് ചെയ്യാൻ തയ്യാറായി വന്ന മക്കൾ, ആ മക്കൾക്ക് നീ കരുത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. ആ ദുർബലരെന്ന് ലോകം വിധി എഴുതിയ സമൂഹത്തിന് വിജയത്തിന്റെ കൊടിപതാക നാട്ടിക്കൊണ്ട് അല്ലാഹുവേ മടങ്ങി വരാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലസ്തീന് നൽകിയ വിജയത്തിന്റെ വാഗ്ദാനം അതേ മഹ്ദിയിലൂടെയും ഈസാ നബിയിലൂടെയും മാത്രമല്ല, അവിടേക്ക് വരുന്ന കരുത്തരായി ഈമാൻ തിളക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെയും ഉൾക്കരുത്തുള്ള ആ ജനതയുടെ തുച്ഛമായ എണ്ണപ്പെട്ട കരുത്തു നേടിയ അല്ലാഹുവേ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുപോയി മാനസികമായി ഈമാനിന്റെ ഉയർച്ചയും വളർച്ചയും നേടിയ ആ മക്കൾക്ക് അല്ലാഹുവേ വിജയം കിട്ടുന്നത് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ദുആയാണ്, ഈ വെള്ളിയാഴ്ചയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദുആയാണ്. അതോടൊപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ നന്നായി ഭക്ഷണം കഴിച്ചവരാണ്. ഈ റമദാനിൽ പോലും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. അതിന്റെ കരുത്തിലാ നമ്മൾ. തെറ്റിദ്ധരിച്ചു പോകരുത്. നമ്മളല്ല ഉന്നതർ, നന്നായി തിന്നാൻ കിട്ടിയ നമ്മളല്ല ഉന്നതർ. കൊളസ്ട്രോൾ പരിശോധിക്കുമ്പോൾ ഹൈലത്ത് നിൽക്കുന്ന അല്ല, അതും കഴിഞ്ഞുപോയി. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കരുത്തില്ലാത്ത വിധത്തിൽ കൊളസ്ട്രോളും ഷുഗറും ബാധിച്ച് അതേ ഭക്ഷണം കഴിച്ച് രോഗം പിടിച്ചു പോയ നമ്മളല്ല ഉന്നതന്മാർ. നേരെ മറിച്ച് പട്ടിണി കിടന്ന് നോമ്പ് നോറ്റവർ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, അതേ അത്താഴമില്ലാതെ, നോമ്പ് തുറക്കാനില്ലാതെ നോമ്പ് നോറ്റവർ, അവർക്കാണ് ഉൾക്കരുത്ത് എന്ന് മനസ്സിലാക്കാൻ, അവർക്കാണ് ഏറ്റവും വലിയ പ്രതിഫലമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വിനയപ്പെടുക റബ്ബിന്, അള്ളാഹുവിന് കൂടുതൽ വിനയപ്പെടുക. റമദാന്റെ അവസാന പത്തായി 27 നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ അവസാനിപ്പിച്ചു പോകാനുള്ളതല്ല ഇബാദത്തുകൾ, അങ്ങനെ തീർത്തു പോകാനുള്ള ഇബാദത്തുകൾ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അവസാനം വരെ, അന്ത്യശ്വാസം വരെ, മരിക്കുന്നതുവരെ, അവസാനം പിടയുന്ന നേരം, രണ്ട് കാലുകളും ചേർത്ത് വെച്ച് അവസാനത്തെ വലിച്ചു വിടുന്ന ആ സമയത്തു വരെ, സക്രാത്തിന്റെ ഹാലിൽ വരെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. മനസ്സിലാക്കണം, ആ അവസ്ഥയിൽ വരെ അള്ളാഹുവിനെ ഇബാദത്തിലായി ഉണ്ടാകണം എന്ന ഉത്തമമായ ബോധമുണ്ടാകണം. നമ്മുടെ കടമ്പകൾ അവസാനിക്കുകയല്ല,
ഡ്യൂട്ടികൾ തീർന്നു പോവുകയല്ല. നമ്മളിതാ ഞാൻ എന്തൊക്കെയോ നേടിയെന്ന് വിചാരിച്ച് അവസാനിപ്പിക്കുകയല്ല. ഒരു വേള ഉലമാ നോക്കി പറഞ്ഞു, മനസ്സിലാക്കണം, മരിക്കുന്നത് വരെ മാത്രമല്ല നിന്റെ തക്ലീഫ് പിന്നെയും നീളുകയാണ്. നിന്റെ ഖബറിൽ നിനക്ക് തക്ലീഫുണ്ട്, നാളെ ആഖിറത്തിൽ നിനക്ക് തക്ലീഫുണ്ട്. മരിച്ചതോടെ അല്ലെങ്കിൽ മരിച്ചാലും എല്ലാം കഴിഞ്ഞു എന്ന് കരുതേണ്ടതില്ല. ഫലാ യൻഫഖുൽ അബ്ദു മിനൽ ഉബൂദിയ്യതി മാ ദാമ ഫീ ദാരി തക്ലീഫ് ബൽ അലൈഹി ഫിൽ ബർസഖി ഉബൂദിയ്യത്തുൻ ഉഖ്റാ. നാളെ ഖബറിൽ കിടക്കുമ്പോഴും ആ ഖബറിൽ കഴിച്ചു കൂട്ടുമ്പോഴും ആരോരുമില്ലാത്ത ഇരുട്ടറയിൽ കഴിയുമ്പോഴും അള്ളാഹുവിന് വിനയപ്പെടേണ്ട അവസ്ഥ നമുക്കുണ്ട്. അവിടെയും നമുക്ക് ബാധ്യതയുണ്ട്. കാരണം അവിടെ വരികയാണ് ലമ്മാ യസ്അലുൽ മലക്കാനി മൻ കാന യഅബുദ്. ആരെയാണടാ നീ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന മലക്കുകൾക്ക് മറുപടി പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. മൻ റബ്ബുക് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത നമുക്കുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. വമാ യഖൂലു ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ ആരുമില്ലാതെ കിടക്കുന്ന നേരത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മലായികത്തുകൾ ചോദിക്കും, വമാ യഖൂലു ഫീ ഹാദാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലിന്റെ കാര്യത്തിൽ നീ എന്താണ് മനസ്സിലാക്കിയത് എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. മാത്രമല്ല യൗമ യദ്ഉല്ലാഹുൽ ഖൽഖ കുല്ലഹും ഇല സുജൂദ്. അതും കഴിഞ്ഞ് നാളെ ആഖിറത്തിലെത്തിയാലും നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു എന്ന് വിചാരിക്കേണ്ടതില്ല. ആ ഖിയാമത്ത് നാളിൽ പരകോടി മനുഷ്യർ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസത്തിൽ ആ കുടിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റിട്ട് തലയിലെ മണ്ണ് തട്ടിയിട്ട് യാ വൈലനാ മൻ ബഅതനാ മിൻ മർഖദിനാ ഹാദാ മാ ബഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാണ് ഞങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടത് എന്ന് ചോദിച്ചമ്പരന്ന് നിൽക്കുമ്പോ ആരും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല, കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണെന്ന് അവരോരോരുത്തരും തിരിച്ചറിയുന്ന നേരത്ത്, അള്ളാഹുവിന്റെ മുന്നിലേക്ക് റബ്ബിന്റെ മുന്നിലേക്ക് ഹാജരാക്കപ്പെടുന്ന നേരത്ത് യൗമ യദ്ഉല്ലാഹുൽ ഖൽഖ കുല്ലഹും ഇല സുജൂദ്. അവിടെ വിളിക്കപ്പെടുകയാണ് സുജൂദ് ചെയ്യാൻ. ജല്ല ജലാലായ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അവിടെയും വിളിക്കുകയാണ്. ഫയസ്ജുദുൽ മുഅ്മിനൂന, മുഅ്മിനുകൾ മുഴുവനും സുജൂദിൽ വീഴുകയാണ്. വയബ്കൽ കുഫാറു വൽ മുനാഫിഖൂന ലാ യസ്തതിഊന സുജൂദ. ദുനിയാവിൽ സുജൂദ് ചെയ്യാത്ത, ദുനിയാവിൽ അല്ലാഹുവിന്റെ മുന്നിൽ തലകുനിക്കാത്ത, കുമ്പിടാത്ത കുഫാറുകളും മുനാഫിഖുകളുമായ ആളുകൾക്ക് ആഖിറത്തിൽ സുജൂദ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ നടുവ് വളയുന്നില്ല, അവർക്ക് കുനിയാൻ കഴിയുന്നില്ല. ലാ യസ്തതിഊന സുജൂദ, സുജൂദിന് കഴിയാതെ അവർ നിൽക്കുകയാണ്. അങ്ങനെ നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിലെത്തിയാലും നമ്മുടെ ഇബാദത്ത് തീർക്കാം അല്ലെങ്കിൽ നിർത്തിക്കളയാമെന്ന് വിചാരിക്കണ്ട. ഇനി അതല്ല, അതും കഴിഞ്ഞ് ഫൈദാ ദഖലൂ ദാറ സവാബി വൽ ഇഖാബ് ഇൻഖതഅ തക്ലീഫു ഹുനാക്. നമ്മുടെ ബാധ്യത തീരുന്നത്, ഇബാദത്തിന്റെ ബാധ്യത തീരുന്നത്, സുജൂദിന്റെ ബാധ്യത തീരുന്നത്, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുടെ ബാധ്യത തക്ലീഫ് നമുക്ക് ഇല്ലാതാകുന്നത് നാളെ റബ്ബിന്റെ മുന്നിൽ അവന്റെ സ്വർഗത്തിലെത്തിയതിനു ശേഷം മാത്രമാണ്. ആ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ഹാലും അവസ്ഥയും മാറുന്നു. പിന്നെ തസ്ബീഹുകളായി നമ്മുടെ ശ്വാസം പോലും, അതേ നമ്മുടെ തസ്ബീഹുകളായി ശ്വാസം പോലും, അഹ്ലുസ്സവാബിന്റെ ശ്വാസം പോലും തസ്ബീഹം മക്റൂനം ബി അൻഫാസിഹിം ലാ യജിദൂന ലഹു തഅബൻ വലാ നസബാ. സ്വർഗത്തിലെത്തിയാൽ പിന്നെ തസ്ബീഹിന് ക്ഷീണം വരില്ല, പിന്നെ ഒരിക്കലും സുജൂദിന് ക്ഷീണം വരില്ല, പിന്നെ ഹംദിന് ക്ഷീണം വരില്ല. നമ്മുടെ ശ്വാസം പോലും തസ്ബീഹുകളായി തഹ്ലീലുകളായി ഒഴുകുന്ന അവസ്ഥയിലേക്ക് അവൻ മാറുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഘട്ടമാണ്. കാരണം റമദാൻ അവസാനിക്കുമ്പോ നമ്മുടെ മനസ്സിങ്ങനെ തുടിക്കുകയാണ്. നമുക്കിനി മറ്റൊരു മേഖല തെരഞ്ഞെടുക്കാം. റമദാൻ കഴിഞ്ഞിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. നേരെ മറിച്ച് റബ്ബിനോട് നമ്മൾ നടത്തേണ്ട, ഈ സന്ദർഭത്തിൽ നടത്തേണ്ട രണ്ടാമത്തെ ദുആ, ഒന്ന് റബ്ബിനോട് നമ്മൾ ഫലസ്തീൻ മക്കളുടെ വിജയത്തിന് വേണ്ടി നടത്തിയ ദുആയാണെങ്കിൽ, രണ്ടാമത്തെ ദുആ നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ദുആയാണ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നോമ്പ് തന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ നാവിൽ നീ ദിക്ർ തന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖുർആൻ ഓതാൻ അവസരം തന്നു. അല്ലാഹുവേ, രാത്രി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ മനസ്സു തന്നു. അല്ലാഹുവേ, സുദീർഘമായി സുജൂദ് ചെയ്യാൻ അവസരം തന്നു. ഇതിനു ശേഷം ഞങ്ങളുടെ ഖൽബ് നീ മാറ്റിക്കളയല്ല അല്ലാ.
ശവ്വാലിന്റെ പിറ കാണുന്നതോടെ ഞങ്ങളുടെ ഖൽബിനെ നീ മാറ്റിക്കളയല്ലേ അല്ലാ. ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് സന്മാർഗം തന്നതിനു ശേഷം, ആ പ്രകാശം തന്നതിനു ശേഷം അത് കെടുത്തിക്കളയല്ലേ അല്ലാ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് പ്രത്യേകമായി ഞങ്ങൾക്ക് നൽകണേ. ഇന്നക അന്തൽ വഹാബ്, അല്ലാഹുവേ നീയാണ് വഹാബായവൻ, നീയാണ് എല്ലാം നൽകുന്നവൻ. അല്ലാഹുവേ നീയാണ് ഏറ്റവും പ്രതാപമുള്ളവൻ. അതുകൊണ്ട് തന്നെ നിന്റെ കരുത്തും അതുപോലെ തന്നെ അളമത്തും നിന്റെ റഊഫിയത്തും നിന്റെ റഹ്മത്തും സദാ എന്നിൽ നീ ചൊരിഞ്ഞു തരണേ. എന്നെ ഒരിക്കലും തെറ്റിച്ചു കളയല്ലേ അല്ലാഹ് എന്ന് നിരന്തരം റബ്ബിനോട് ദുആ ചെയ്യേണ്ട സമയമാണിത്. ഇപ്പോഴും ഇതിലേക്ക് കൽബ് വന്നിട്ടില്ലാത്ത, ഈ ഒരു അവസ്ഥയിലേക്ക് മനസ്സു മാറിയിട്ടില്ലാത്ത മനുഷ്യരുണ്ടാകും. മനസ്സിലാക്കണം, റമദാൻ അവസാനിക്കുന്ന നേരത്തും മാനസികമായ ഒരു പരിവർത്തനവും വരാതെ പോയ ശഅബാനിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ റമദാനിലെ അവസാനത്തെ ജുമുഅക്ക് വന്നിരിക്കുന്ന ആളുകൾ, അവരോട് പറയട്ടെ, പരാജയപ്പെട്ടു പോയി. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ പ്രവാചകന്റെ മെമ്പറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ 3 ആമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന നേരത്ത് ആ ആമീൻ പറയാൻ കാരണമായ ദുആ നടത്തിയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ ദുആയിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു പോയ വാചകം, ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് പരിശുദ്ധമായ റമദാൻ കടന്നു വന്നു. ആ റമദാൻ അവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. റമദാൻ വന്നപ്പോൾ അവൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു റമദാൻ പോയതിനു ശേഷവും അവനുണ്ടായത്. ആ റമദാൻ അവനിൽ വന്നിട്ട് ഒരിക്കലും പൊറുക്കലിനെ തേടാൻ, ഉഫ്രാൻ നേടാൻ, പാപമോചനം നേടാൻ കഴിയാതെ പോയ ഒരുത്തനുണ്ടെങ്കിൽ അവൻ തുലഞ്ഞു പോകട്ടെ, നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചത് മലക്കുകളുടെ നേതാവായ അല്ലാഹുവിന്റെ മുഖറബായ, ഒരു ജീവിതത്തിൽ ഒരു തെറ്റുപോലും സംഭവിച്ചിട്ടില്ലാത്ത പരിശുദ്ധരിൽ പരിശുദ്ധരായ മലായിക്കത്തുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ദുആ ചെയ്തതെങ്കിൽ ആ ദുആഇന് ആമീൻ പറഞ്ഞത് ലോകത്തിന്റെ നേതാവായ ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തട്ടപ്പെടാത്ത ദുആയാണ്. അതുകൊണ്ട് പറയട്ടെ, നിരാശ വേണ്ട. അവസാന സമയമുണ്ട്, ഏതാനും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഈ സമയം ഖൽബ് റബ്ബിലേക്ക് തിരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടക്കിക്കൊണ്ട് രക്ഷ പ്രാപിച്ചു കൊള്ളുക എന്നത് റബ്ബിന്റെ ആവശ്യമാണ്, അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. റബ്ബ് ചോദിച്ച ചോദ്യമാണ്, അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യമാണ്. വിശ്വാസികൾക്ക് സമയമായില്ലേ? അലം യഅ്നി ലില്ലദീന ആമനൂ, ഈമാനുള്ളവർക്ക് സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഖൽബ് ഖുശൂഉള്ള ഭക്തിയുള്ള ഖൽബാക്കി മാറ്റാൻ ഇനിയും സമയമായില്ലേ? അവരുടെ ഖൽബുകൾക്ക് ഖുശൂഅ് നൽകാൻ അവർക്ക് ഇനിയും സമയമായില്ലേ? റബ്ബിന്റെ ചോദ്യമാണ്. ഖൽബ് മാറ്റാൻ, ഹൃദയം പരിവർത്തിപ്പിക്കാൻ ഇനിയും അവർക്ക് സമയമായില്ലേ? കാരണം അല്ലാഹു അവതരിപ്പിച്ച ഖുർആനാണ്. വമാ നസല മിനൽ ഹഖ്, അല്ലാഹുവിന്റെ പ്രകാശമാണ് അവരുടെ കയ്യിലുള്ളത്. ആ ഖുർആന്റെ പ്രത്യേകത ഖുർആൻ തന്നെ പറഞ്ഞത്, റബ്ബ് പ്രഖ്യാപിച്ചത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അതേ ഒരു കരിമ്പാറക്കിടയിലേക്കാണ്, ഒരു വലിയ പർവ്വതത്തിലേക്കാണ് അല്ലാഹു ഈ ഖുർആൻ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അത് ഗ്രഹിക്കാനുള്ള കഴിവ് പർവ്വതത്തിന് അല്ലാഹു നൽകി കഴിഞ്ഞാൽ ആ പർവ്വതം പോലും അല്ലാഹുവിനെ ഭയപ്പെട്ട് പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു. ആ നിലയിലുള്ള ഖുർആനാണ് കയ്യിലുള്ളത്. ആ ഖുർആനിന്റെ ആയത്തുകളിലൂടെ പരതിയിട്ട് ആ ഖുർആൻ പഠിച്ചിട്ട് ഖൽബുകളെ ഖുശൂഉള്ളതാക്കാൻ, പരിവർത്തിപ്പിക്കപ്പെട്ടതാക്കാൻ, ഭയഭക്തിയുള്ള ഖൽബിന്റെ ഉടമകളാക്കാൻ അവർക്ക് സമയമായില്ലയോ? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. ഇനിയും സമയമായിട്ടില്ലെങ്കിൽ, ഇനിയും നമുക്കതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഖുർആൻ പറഞ്ഞു, വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകതീറും മിൻഹും ഫാസിഖൂൻ. ഒരിക്കലും നിങ്ങൾ വേദം നൽകപ്പെട്ട നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെ പോലെയാകരുത്. അവർക്ക് സംഭവിച്ചത് ഫതാല അലൈഹിമുൽ അമദു, അവർ ദിനങ്ങൾ ഇങ്ങനെ മാറ്റിവെച്ചു. നാളെ നന്നാകാം, മറ്റന്നാൾ നന്നാകാം, അടുത്തയാഴ്ച നന്നാകാം, അടുത്ത കൊല്ലം നന്നാകാം, അടുത്ത റമദാനിൽ നന്നാകാം.
നന്നാകാം. ഇങ്ങനെ ഫതാല അലൈഹിമുൽ അമദു, അവർ കാലം ഇങ്ങനെ നീട്ടിവെച്ചു നന്നാകാൻ സ്വാഭാവികമായും അവിടെ സംഭവിച്ചത് ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ കൽബുകൾ കെട്ടിയായി പോയെന്ന് ഖുർആൻ. ഖുശൂഇല്ലാത്ത കൽബായി പോയെന്ന് ഖുർആൻ. ഹൃദയം കെട്ടിയായി പോയാൽ പിന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്നാകാൻ കഴിയില്ല. അവൻ പാറക്കല്ലിനേക്കാൾ കടുത്ത, കരിമ്പാറയേക്കാൾ കടുത്ത കൽബിന്റെ ഉടമയാകുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. സുമ്മ ഖസത് ഖുലൂബുഹും സുമ്മ ഖസത് ഖുലൂബുകും, പിന്നെ നിങ്ങളുടെ കൽബുകൾക്ക് വെളിച്ചം കിട്ടാത്ത, പ്രകാശം കിട്ടാത്ത, ആർദ്രതയില്ലാത്ത, കനിവില്ലാത്ത കൽബായി മാറും. സുമ്മ ഖസത് ഖുലൂബുകും, പിന്നെ നിങ്ങളുടെ ഹൃദയം കട്ടിയായി പോകും. മിൻ ബഅദി ദാലിക, ആ യഥാർത്ഥമായ വെളിച്ചം കിട്ടിയതിനു ശേഷവും സ്വീകരിക്കാതെ മാറി നടന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബ് കട്ടിയായി. ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ, ഖുർആൻ പറയാണ് അത് പർവ്വതത്തെക്കാൾ അല്ലെങ്കിൽ കരിമ്പാറയേക്കാൾ കട്ടിയായി പോകും. അങ്ങനെയുള്ള ആളുകളുണ്ട് എങ്കിൽ അവർക്കാണ് അല്ലാഹു താക്കീത് നൽകിയത്. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് കരിമ്പാറയേക്കാൾ കട്ടിയായ ഖൽബിന്റെ ഉടമകളായ ആളുകൾക്ക് നാശം, അവർക്കാണ് നരകം. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവരാണ് വ്യക്തമായ വഴികേടിൽ അകപ്പെട്ടു പോയതെന്ന് ഖുർആൻ. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകം ഖുലിഖത്തുൻ നാറു ലിഅദാബത്തിൽ ഖുലൂബിൽ ഖാസിയ, അത്തരം കട്ടിയുള്ള കൽബിന്റെ ഉടമകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമൊരുക്കി വെച്ചത്. അത്തരം കട്ടിയുള്ള കൽബിന് ഇബാദത്തിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ കഴിയില്ല, സുജൂദിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ കഴിയില്ല, നോമ്പിന്റെ ലദ്ദത്ത് അനുഭവിക്കാൻ കഴിയില്ല, ദിക്റിന്റെ ലദ്ദത്ത് അഥവാ ആസ്വാദനം അനുഭവിക്കാൻ കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബുകൾക്ക് ഒരിക്കലും ആർദ്രതയില്ല, ഒരിക്കലും അതിന്റെ അനുഭവങ്ങൾ ആസ്വദിക്കാൻ കഴിയാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഖുർആന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി ഒരു വെള്ളിയാഴ്ച ഈ റമദാനിൽ നമുക്കില്ല കേട്ടോ, ഇനി ഒരു വെള്ളിയാഴ്ച റമദാനിൽ നമുക്കില്ല. ഈ നേരമെത്തിയിട്ടും അലം യഗ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് കൽബുകളെ ലോലമാക്കാൻ, കൽബുകളെ പ്രകാശപൂരിതമാക്കാൻ ഇനിയും സമയമായില്ലയോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. എനിക്ക് അവസരമില്ലെന്ന് പറയണ്ട, എനിക്ക് അവസരമില്ല, എന്റെ അവസരം അനുകൂലമല്ല, എന്റെ തൊഴിലതിന് തടസ്സമാണ്, എന്റെ കച്ചവടം അതിന് തടസ്സമാണ്, എന്റെ ഇടപെടലുകൾ അതിന് തടസ്സമാണ്, എന്റെ രാഷ്ട്രീയം അതിന് തടസ്സമാണ്, എന്റെ ജീവിത സാഹചര്യം അതിന് തടസ്സമാണെന്ന് ഒരാളും പറഞ്ഞു പോകരുത്. അങ്ങനെ ഒരു തടസ്സമില്ല, അങ്ങനെ ഒരു തടസ്സമില്ല. ഒരു മുഅ്മിൻ അങ്ങനെ ഒരു തടസ്സമില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ലോകത്തുള്ള സർവ്വവിശ്വാസികൾക്കും മാതൃക, ലോകത്തുള്ള സർവ്വവിശ്വാസികൾക്കും മാതൃക ഇംറഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയാണെന്ന് ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല. സാഹചര്യം അനുകൂലമല്ലെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു പോകാൻ പാടില്ലെന്നത് കൊണ്ടാണ് ഫറോവയുടെ കൊട്ടാരത്തിൽ കഴിഞ്ഞ ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയെ, ആസിയ ബിന്തു മുസാഹിമിനെ ലോകത്തെ വിശ്വാസികൾക്കുള്ള മാതൃകയാക്കി അല്ലാഹു പഠിപ്പിച്ചത്. എന്താണ് അവർ പറഞ്ഞത്? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. എന്റെ ദുആ ഇന്നത്തെ വെള്ളിയാഴ്ച ഇത് മാറണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആ ഇന്നത്തെ വെള്ളിയാഴ്ച ഇത് മാറണം. നമ്മുടെ മൂന്നാമത്തെ ദുആ, റബ്ബിനോട് നമ്മൾ നടത്തേണ്ട മൂന്നാമത്തെ ദുആ, അന്ന് ആസിയ ബീവി നടത്തിയ ദുആ, ആ ദുആ ആണ്. എന്താണ് ആ ദുആ? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ എനിക്ക് സ്വർഗ്ഗം തരണേ എന്നല്ല, സ്വർഗ്ഗത്തിൽ വീട് തരണേ എന്നല്ല മഹദി ആസിയ ബീവി ചോദിക്കുന്നത്. ഉലമാ ആ പ്രാർത്ഥന നോക്കിയിട്ട് പറഞ്ഞത് ഇഖ്താറത്തിൽ ജാറ ഖബിലദ്ദാർ, അവർ വീട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്തത് അയൽവാസിയാണ്. ഇഖ്താറത്തിൽ ജാറ ഖബിലദ്ദാർ, സ്വർഗ്ഗത്തിൽ അവർ വീട് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് അവർ തിരഞ്ഞെടുത്തത് അവരുടെ അയൽവാസിയെയാണ്. കാര്യം അല്ലാഹുവിനോട് അവർ ചോദിച്ചത് റബ്ബേ എനിക്ക് സ്വർഗ്ഗത്തിൽ വീട് തരണേ എന്നല്ല, നേരെ മറിച്ച് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബേ നിന്റെ ചാരത്തെനിക്ക് വീട് വേണമെന്നാണ്. അല്ലാഹുവേ നിന്റെ ചാരത്തെനിക്ക് വീട് വേണമെന്നാണ്. റബ്ബേ നിന്റെ ചാരത്തെനിക്ക് വീട് വേണമേ എന്നാണ്. അതാ പറഞ്ഞത് ഇഖ്താറത്തിൽ ജാറ ഖബിലദ്ദാർ,
മഹദി വീടല്ല തെരഞ്ഞെടുക്കുന്നത്, ആദ്യം തെരഞ്ഞെടുത്തത് അയൽവാസിയാണ്. ആ അയൽവാസിയായി റബ്ബുണ്ടാകണം, ചാരത്ത് റബ്ബുണ്ടാകണം, ആ ചാരത്ത് അല്ലാഹു ഉണ്ടാകണം. അതാണ് ആ മഹദി റബ്ബിനോട് ചോദിച്ചത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ ചാരത്ത് എനിക്ക് വീട് തരണേ അല്ലാ, നിന്റെ ഓരത്ത് എനിക്ക് വീട് തരണേ അല്ലാ. മഹദി ആസിയ ബീവി ചോദിച്ചത് നമ്മെ പോലെ പള്ളിയിൽ വന്ന് അവിടെ AC ഇട്ടിരുന്ന് സുരക്ഷിതമായ ഒരവസ്ഥയിൽ നിന്ന് റബ്ബിനോട് ചോദിച്ച ചോദ്യമല്ല. ഈ ദുആ മഹദി നടത്തുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാം, ഇന്ന ഫിർഔന ഔതദ ലി ഇംറഅതിഹി അർബഅത ഔതാദ് ഫീ യദിഹാ വരിജ്ലൈഹാ. ആ ഫറോവ എന്ന ഭരണാധികാരി സ്വന്തം ഭാര്യയാണെന്ന പരിഗണന പോലും നൽകാതെ ഈമാൻ ഉൾക്കൊണ്ടതിന്റെ പേരിൽ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ആണികൾ തറക്കുകയാണ്. എവിടെ? 2 കരങ്ങളിലും 2 കാലുകളിലും ആണി തറച്ചിട്ട് മഹദി ആസിയ ബീവിയെ ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ ഇങ്ങനെ കിടത്തിയപ്പോ ആ കൈകാലുകളിൽ ആണികൾ തറഞ്ഞു നിൽക്കുന്ന വേദനയിൽ മഹദി അവിടെ വെച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്ത ദുആയാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ ഫറോവയുടെ കൊട്ടാരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയവളാണു ഞാൻ, ഫറോവയുടെ ചാരത്ത് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടെയും കഴിയാൻ അവസരം കിട്ടിയവളാണു ഞാൻ. പക്ഷേ ഞാൻ തെരഞ്ഞെടുത്തത് ആ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് പകരം റബ്ബേ മരണമാണ്, മരുഭൂമിയിൽ കിടന്നുള്ള മരണമാണ്. അല്ലാഹുവേ ആ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളെക്കാൾ ഞാൻ തെരഞ്ഞെടുത്തത് അല്ലാഹുവേ അവന്റെ ശിക്ഷയാണ്, ഫറോവയുടെ ശിക്ഷയാണ് ഞാൻ തെരഞ്ഞെടുത്തത്, അവന്റെ അദാബിനെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. അത് തെരഞ്ഞെടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ നിന്റെ ചാരത്തെനിക്ക് സ്വർഗം വേണം, നിന്റെ ചാരത്തെനിക്ക് സ്വർഗം കിട്ടണം, അതിനു വേണ്ടിയാണ്. മനസ്സിലാക്കണം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുആ, നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായി, 3ാമത്തെ പ്രാർത്ഥനയായി ഈ പ്രാർത്ഥന ഉണ്ടാകണം. 4ാമത് നമുക്ക് ദുആ ചെയ്യാനൊരു ദുആയുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് നടത്തേണ്ട ഒരു ദുആയുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ നടത്തേണ്ട ദുആയുണ്ട്. സൂറത്ത് ഇസ്രാഇന്റെ 80ാമത്തെ ആയത്ത് നിങ്ങൾ പോയി പരിശോധിച്ചാ ദുആ കാണാതെ പഠിച്ചോ. വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽനി ലദുങ്ക സുൽത്താനൻ നസീറാ. അല്ലാഹുവിനോട് നമ്മൾ നടത്തേണ്ട ദുആ, നമ്മൾ ഇലക്ഷൻ വർക്ക് നടത്തുന്നവരാണ്, രാഷ്ട്രീയമുള്ളവരാണ്, രാഷ്ട്രീയ പാർട്ടിയിൽ ഇടപെടുന്നവരാണ്, അതേ ഭരണമാറ്റത്തിന് വേണ്ടി ഇടപെടുന്നവരാണ്. അതിനപ്പുറം നമ്മൾ നടത്തേണ്ട ഒരു ഇടപെടലുണ്ട്. റബ്ബുൽ ആലമീന്റെ മുന്നിൽ കരം നീട്ടി നെഞ്ചു പൊട്ടിയിട്ട് റബ്ബിലേക്ക് നടത്തേണ്ട ഒരു ദുആയുണ്ട്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്. അല്ലാഹുവേ ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ എന്നെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അത് സിദ്ഖ്, സത്യസന്ധമായ വഴിയിലൂടെയാകണം. അല്ലാഹുവേ എവിടെന്നെങ്കിലും എന്നെ പുറത്താക്കുകയാണ് എങ്കിൽ അതും നീ സത്യമായ സിദ്ഖിന്റെ വഴിയിലൂടെയാകണം. അല്ലാഹുവേ ഏതൊരു കാര്യത്തിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും സിദ്ഖിലൂടെയാകണം. ഞാനൊരു വിശ്വാസിയായ നിലയിൽ സത്യസന്ധമായ രൂപത്തിലുള്ള പ്രവേശന കവാടവും അതുപോലെ പുറത്തേക്കുള്ള വഴിയും എനിക്ക് കാട്ടണേ അല്ലാ. വജഅൽനി മിൻ ലദുങ്ക സുൽത്താനൻ നസീറാ, വജഅൽനി മിൻ ലദുങ്ക സുൽത്താനൻ നസീറാ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന സുൽത്താനെ തരണേ അല്ലാ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന സുൽത്താനെ തരണേ അല്ലാ. റബ്ബിനെ ഏൽപ്പിക്കേണ്ട ഡ്യൂട്ടിയാണ്, പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ട ഡ്യൂട്ടിയാണ്. അല്ലാഹുവേ എല്ലാ കൊള്ളരുതായ്മകളും നടത്തി, അഴിമതി നടത്തി, വർഗീയത പറഞ്ഞിട്ട് അധികാരത്തിലേറുന്ന ശക്തികളായി ഒരിക്കലും ഞങ്ങളുടെ നേതാക്കളെ മാറ്റരുത്, ഞങ്ങളുടെ ഭരണകൂടങ്ങളെ മാറ്റരുത്. നേരെ മറിച്ച് ഞങ്ങൾക്കുള്ള നേതാക്കളെ വജഅൽനി മിൻ ലദുങ്ക സുൽത്താനൻ നസീറാ, അഴിമതിയില്ലാത്ത, കരിഞ്ചന്തയില്ലാത്ത, കുതികാൽ വെട്ടില്ലാത്ത, വഞ്ചിക്കാത്ത, ചതിക്കാത്ത, ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാത്ത സത്യസന്ധരായ അല്ലാഹുവേ നിന്റെ ദീനിനെ സഹായിക്കുന്ന സുൽത്താൻമാരെ, അല്ലാഹുവേ അത്തരത്തിലുള്ള രാജാക്കന്മാരെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട സമയമാണ്. ഈ പ്രാർത്ഥനകൾ മറന്നു പോകാതെ, ഈ പ്രാർത്ഥനകൾ നെഞ്ചിലേറ്റിയിട്ട് റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറാകണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കിയ സർവ്വ അനുഗ്രഹങ്ങളും ഇരു കരങ്ങൾ നീട്ടി സ്വീകരിക്കാനുള്ള കരുത്തും ആർജവവും നേടണേ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمسلمين أجمعين واستغفروه إنه هو الغفور الرحيم. إن الحمد لله الصلاة والسلام على أشرف رسول الله
വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ മാനിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റമളാനിന്റെ പുണ്യദിനങ്ങൾ നമ്മോട് വിട പറയുന്ന അതിന്റെ അവസാന സമയമാണ്. ഈ സന്ദർഭത്തിൽ ലഭിച്ച അവസാന നിമിഷങ്ങൾ കൂടുതൽ കൂടുതൽ ധന്യമാക്കാൻ നമുക്ക് കഴിവുണ്ടാകണം, അതിന് സാഹചര്യമുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം, പുണ്യമായ റമളാനിന്റെ അവസാനം മുഴുവനും അടിച്ചു വീശുന്ന കാറ്റ് പോലെ സദഖ ചെയ്യുന്ന ആളാണ്. അടിച്ചു വീശുന്ന കാറ്റ് പോലെ സദഖ ചെയ്യുന്ന ആളാണ്. എങ്കിലും അല്ലാഹുവിന്റെ റസൂല് ആ നോമ്പ് അവസാനിപ്പിച്ചപ്പോ ഈദുൽ ഫിത്തറിലേക്ക് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ദൗത്യം എന്താണ്? നബി പഠിപ്പിച്ച ദൗത്യം എന്താണ്? സകാത്തുൽ ഫിത്റാണ്. ഫിത്ർ, സകാത്ത് നൽകുക എന്നുള്ളതാണ്. ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തിയും അയാൾക്ക് പെരുന്നാൾ കഴിഞ്ഞ് അയാൾക്ക് പെരുന്നാളിൽ അനുഭവിക്കാനുള്ള, പെരുന്നാൾ ആഘോഷിക്കാനുള്ള വിഭവം കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ കുടുംബക്കാരും ആ വീട്ടിലുള്ള ഓരോരുത്തർക്ക് വേണ്ടിയും ഫിത്ർ സക്കാത്ത് നൽകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഓരോരുത്തർക്ക് വേണ്ടിയും, ഒരു കുട്ടിയുണ്ടെങ്കിൽ കുട്ടിക്ക് വേണ്ടി പോലും, അതല്ലെങ്കിൽ സ്വഹാബത്ത് സൂക്ഷ്മതയോടെ വീട്ടിൽ ഗർഭസ്ഥയായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഗർഭത്തിലുള്ള കുട്ടിക്ക് പോലും കണക്കാക്കിക്കൊണ്ട് ഫിത്ർ സക്കാത്ത് നൽകുമായിരുന്നു എന്നാണ്. ആ ഫിത്ർ സക്കാത്ത് നൽകേണ്ട ബാധ്യത നമുക്കുണ്ട്. തീർച്ചയായും ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ശേഖരിച്ച് സക്കാത്ത് വിതരണം ചെയ്യുന്നുണ്ട്. 130 രൂപയാണ് ഒരാൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ കാര്യം എല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അത് നമ്മുടെ നോമ്പിൽ വന്നുപോയ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, ഏതുപോലെ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു ഹയ്യാത്ത് സുന്നത്ത് മറന്നുപോയാൽ നമ്മൾ സഹ്വിന്റെ സുജൂദ് ചെയ്തത് പരിഹരിക്കാറുണ്ട്. ഇതുപോലെ നമ്മുടെ നോമ്പിൽ ചിലപ്പോൾ വീഴ്ചകൾ വന്നു പോകാം. എത്ര ശ്രദ്ധിച്ചാലും മനുഷ്യർ എന്ന നിലയ്ക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോകാം. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, അത് നോമ്പുകാരനുള്ള ശുദ്ധീകരണമാണ്, നോമ്പ് നോറ്റവർക്കുള്ള ശുദ്ധീകരണമാണ്, മാത്രമല്ല ഒരു മിസ്കീനുള്ള ഭക്ഷണവുമാണ്, പാവങ്ങൾക്കുള്ള ഭക്ഷണവുമാണ്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഈദുൽ ഫിത്ർ ശവ്വാൽ 1 കലൂർ അതിന് സംവിധാനമുണ്ട്. ഇൻഷാ അല്ലാഹ് 7 മണിക്കാണ്. എല്ലാവിധ മര്യാദകളും പാലിച്ച് ഈദ്ഗാഹിലേക്ക് കുടുംബസമേതം ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഇബാദത്തിലേക്ക്, ആ ഈദിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കണം എന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ റമദാൻ അവസാനിക്കുന്ന ഏതാനും സമയം മാത്രം, അതിന്റെ എൻഡിങ് ടൈം, അതിന്റെ ഫിനിഷിംഗ് ടൈം എന്ന് പറയാവുന്ന ഈ സമയത്ത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും നടത്തേണ്ട ദുആ, ആ ദുആ നിർവഹിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊരവസരമാണ് എന്ന് മനസ്സിലാക്കുക. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ 2ാമത്തെ ഖലീഫ നമുക്ക് പറഞ്ഞു തന്നു, ഖൂലു കമാ ഖാല അബൂക്കും ആദം, നിങ്ങളുടെ ഉപ്പ ആദം പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങളുടെ വാപ്പ ആദം അല്ലാഹുവിനോട് ചോദിച്ചതുപോലെ നിങ്ങൾ ചോദിക്ക്. എന്താണ് ആദം നബി റബ്ബിനോട് ചോദിച്ചത്? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയവരാണ്. നീ തന്ന എല്ലാം ഉപയോഗിച്ച്, എല്ലാം അനുഭവിച്ച്, നിന്റെ നാവും, നീ തന്ന എല്ലാവിധ ആരോഗ്യ അവസ്ഥകളും, നീ തന്ന സമ്പത്തും, അതുപോലെ നീ തന്ന സാഹചര്യങ്ങളും, നീ ഒരുക്കിയ ഭൂമിയും, നീ തന്ന വെള്ളവും, നീ തന്ന ഭക്ഷണവും, ഇതെല്ലാം ഉപയോഗിച്ച് അല്ലാഹുവേ അരുതാത്തത് ചെയ്തു പോയവരാണ് ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചവരാണ്. റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങളോട് തന്നെ അവിവേകം കാണിച്ചവരാണ്. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും അല്ലാഹ്, ഞങ്ങൾ പരാജിതരിൽ അകപ്പെട്ടു പോകും അല്ലാഹ് എന്ന നിലയിൽ നിങ്ങളുടെ ഉപ്പ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്ക്. വഖൂലു കമാ ഖാല നൂഹ് അലൈഹിസ്സലാം, ആദം നബിക്ക് ശേഷം 10ാം തലമുറയിൽ കടന്നു വന്ന നൂഹ് നബി റബ്ബിനോട് നടത്തിയ ദുആ നിങ്ങൾ ദുആ ചെയ്യ്. അതും ഇങ്ങനെ തന്നെയാണ്, ഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലക്കാലം ദഅവത്ത് നടത്തിയ വ്യക്തി, ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി വാദിച്ച് അതിനു വേണ്ടി നടന്ന മനുഷ്യൻ റബ്ബിനോട് പറയുന്ന വാക്ക്, ഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, എന്നോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ, അകും മിനൽ ഖാസിരീൻ, ഞാൻ തോറ്റുപോകും അല്ലാഹ്, പരാജയപ്പെട്ടു പോകും അല്ലാഹ്. വഖൂലു കമാ ഖാല മൂസ, ലോകത്തെ കടന്നു വന്ന മൂസാ നബി, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം പേരെടുത്ത് പറഞ്ഞ മൂസാ നബി, അല്ലാഹുവിനോട് നടത്തിയ ദുആ നിങ്ങൾ ദുആയി സ്വീകരിക്ക്. എന്താണ് ആ ദുആ? റബ്ബി ഇന്നി ലലംതു നഫ്സി ഫഗ്ഫിർലി. മൂസ അലൈഹിസ്സലാം ചെങ്കടൽ പിളർന്ന് മുന്നോട്ട് നടന്ന് ഫറോവയുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട അല്ലാഹുവിന്റെ ആ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകൻ മൂസാ നബി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഇന്നി ലലംതു നഫ്സി ഫഗ്ഫിർലി.
അല്ലാഹുവേ ഞാൻ എന്നോട് വിവേകം കാണിച്ചവനാണ്, എനിക്ക് പൊറുത്തുതാ. വഖൂലു കമാ ഖാല ദുന്നൂൻ, അല്ലാഹുവിന്റെ പ്രവാചകനായി കടന്നു വന്ന ദുന്നൂൻ എന്ന് വിളിക്കപ്പെട്ട യൂനുസ് നബി റബ്ബിനോട് നടത്തിയ ദുആ, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അവിവേകിയായി പോയി അല്ലാഹ് എന്ന് റബ്ബിനോട് നിങ്ങൾ ചോദിക്ക്. അതേ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ, ആ കൂരിരുട്ടിൽ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോകുന്ന പ്രതിസന്ധിയിലാണ് നിങ്ങളെങ്കിൽ പോലും അല്ലാഹു അവിടെ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരും. ആ നിരക്ക് അല്ലാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണത്. വഖൂലു കമാ ഖാല ദുന്നൂൻ, അതുകൊണ്ട് ദുന്നൂൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ ആ ഓട്ടപ്പാച്ചിലിടയിൽ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യ്. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹു അവൻ നിന്നെ ഏറ്റെടുക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കും. അല്ലാഹു നിന്റെ പ്രതിസന്ധികളെ മാറ്റിത്തരും. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഉയർച്ചയിലേക്ക് നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഈ ദുആ ഒന്ന് സ്വീകരിക്കണേ എന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വസിയ്യത്ത് ഈ വെള്ളിയാഴ്ചയിൽ ഈ ഖുത്ബയുടെ ഉപദേശമായി ഞാൻ എന്നോടും എൻ്റെ സഹോദരങ്ങളോടും പ്രത്യേകമായി വസിയ്യത്തായി അവതരിപ്പിക്കുന്നു. റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഏറ്റവും നല്ല പ്രവേശനവും ഏറ്റവും നല്ല മദ്ഖലും അതുപോലെ തന്നെ ഏറ്റവും നല്ല മഖ്റജും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഭരണാധികാരികളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ദീനിന് അനുകൂലമായ ഭരണാധികാരികളെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ചാരത്ത് നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹ്. നിന്റെ ചാരത്ത് സ്വർഗത്തിൽ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് അത്തരം ഒരു വീട് തരണേ അല്ലാഹ്. അതിന് ഞങ്ങളെ യോഗ്യരാക്കണേ അല്ലാഹ്. അതിന് ഞങ്ങളെ നീ പ്രാപ്തരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അതിനുള്ള അവസരം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഫലസ്തീൻ മക്കളുടെ വിജയം കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ ഖുദ്സിന്റെ മോചനം കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ അവിശുദ്ധമായ എല്ലാ കൂട്ടുകെട്ടുകളെയും നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യർ, അല്ലാഹുവേ ഒരുപാട് അമലുകൾ ചെയ്ത മനുഷ്യർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹ് നീ ഖബൂലാക്കണേ. അല്ലാഹുവേ നീ പ്രതിഫലം നൽകണേ റഹ്മാനേ. ഈ മസ്ജിദ് അല്ലാഹുവിന്റെ ഈ ഭവനത്തിലേക്ക് ഓടി വരുന്ന ഒരുപാട് സാധുക്കളുണ്ട്, സഹായം തേടി വരുന്നവരുണ്ട്, ഒരുപാട് അശരണരായ ആളുകളുണ്ട്, ഒരുപാട് രോഗികളുണ്ട്. അവർ എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടെ ഇവിടെ വരുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ സന്തോഷമാണ് റബ്ബേ അവരെ കാണുമ്പോൾ. അല്ലാഹുവേ ഇതൊരു കേന്ദ്രമായി, ഇതൊരു ആലയമായി നീ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് റബ്ബേ. അല്ലാഹുവേ ഇവിടെ കൂടി വരുന്ന ആ സാധുക്കളുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരിൽ രോഗികളായവർക്ക് നീ ശമനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവരിൽ കുടുംബ പ്രാരാബ്ധമുള്ളവർക്ക് നീ എല്ലാവിധ പ്രതിസന്ധികളെയും നീക്കിക്കൊടുത്തവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നൂറുകണക്കിന് മനുഷ്യർ പലവിധ ആവശ്യങ്ങളുമായി ഇവിടെ കൂടി വരുമ്പോ അവരെ സഹായിക്കുന്ന മനുഷ്യരുണ്ട് അല്ലാഹ്. കയ്യും നെയ്യും മറന്ന് അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളുണ്ട് അല്ലാഹ്. അവർക്ക് വേണ്ടത് ഒരുക്കി കൊടുക്കുന്നവരുണ്ട് അല്ലാഹ്. അവരുടെ സ്വതഖകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ അമലുകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ഓരോ ഇടപെടലുകളും വലിയ ഖൈറായി ബറക്കത്തായി ഇഹത്തിലും പരത്തിലും അവർക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന നൂറുകണക്കിന് മനുഷ്യർ അല്ലാഹുവേ അവരെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനിയും റമളാൻ സ്വീകരിക്കാൻ അവസരം തരണേ അല്ലാഹ്. അല്ലാഹുവേ കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ അവസരം തരണേ അല്ലാഹ്. ദീർഘമായി സുജൂദ് ചെയ്യാൻ അവസരം തരണേ അല്ലാഹ്. ആയിരക്കണക്കിന് ആയത്തുകൾ ഓതി നിസ്കരിക്കാൻ അവസരം തരണേ അല്ലാഹ്. മഹാമലകൾ കണക്ക് ഭാഗ്യം നേടിയവരെന്ന് നിന്റെ പ്രവാചകൻ പറഞ്ഞ ആയിരക്കണക്കിന് ആയത്തുകൾ ഓതി പാതിരാത്രിയിൽ നിസ്കരിക്കുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിനുള്ള ഇൽമും ഫഹ്മും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അവസാന ശ്വാസത്തിലും നിന്റെ കലിമത്ത് തൗഹീദ് ഞങ്ങളുടെ ശ്വാസങ്ങളിൽ നീ നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഖബറിൽ നീയാണ് റബ്ബ് എന്ന് പറയാനുള്ള കരുത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഹബീബിനെ കണ്ട് തിരിച്ചറിഞ്ഞത് ഞങ്ങളുടെ റസൂലാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് കരുത്ത് തരണേ അല്ലാഹ്. ഖുർആനാണ് ഞങ്ങളുടെ ഇമാം എന്ന് പറയാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ ഹശറിന്റെ നാളിൽ നീ രംഗപ്രവേശം ചെയ്യുമ്പോ സുജൂദിനായുള്ള വിളി വരുമ്പോ ആദ്യം സുജൂദിൽ വീഴുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ലിഖാ നീ സാധ്യമാക്കണേ അല്ലാഹ്. ലില്ലദീന അല്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ എന്ന് നീ പറഞ്ഞല്ലോ റബ്ബേ. ഈ നല്ലത് ചെയ്യുന്നവർക്ക് സ്വർഗ്ഗമുണ്ട്, വസിയാദ അതിനപ്പുറമുള്ള ഒരു മഹാകാര്യമുണ്ടെന്ന് നീ പറഞ്ഞല്ലോ അല്ലാഹ്. റബ്ബേ ആ മഹാകാര്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവർക്ക്
അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരിൽ പലരും ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ അവർക്ക് അവരുടെ ഖബറുകളിൽ നീ വെളിച്ചം നൽകണേ അല്ലാ. നാളെ മഹ്ശറയിൽ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. അവരൊന്നിച്ച് സ്വർഗ്ഗത്തിലെത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഗർഭം ചുമന്ന ഞങ്ങളുടെ ഉമ്മമാരെ നീ ഖബൂലാക്കണേ അല്ലാ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവർക്ക് നീ സ്വർഗ്ഗം നൽകണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ ജീവിതത്തിൽ റഹ്മത്തും അവരുടെ ഖബറിൽ നീ ബർക്കത്തും അല്ലാഹുവേ നാളെ ഹശറിന്റെ നാളിൽ എല്ലാവിധ വിജയവും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളെ ദുനിയാവിൽ ഞങ്ങൾക്ക് ഇണക്കി തന്നതുപോലെ നിന്റെ സ്വർഗീയാരാമത്തിൽ ഞങ്ങൾക്ക് നീ ഇണക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഇഹത്തിൽ ഞങ്ങളെ ആ രൂപത്തിൽ സ്നേഹത്തോടെ വർത്തിക്കാൻ അവസരം തന്നതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സ്നേഹത്തോടെ എത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ നാടിന് ഈ സമൂഹത്തിന് നിന്റെ ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കി സ്വാലിഹീങ്ങളായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തി തരണേ അല്ലാ. നാളെ ആഖിറത്തിൽ അവർക്ക് നീ വിജയം നൽകണേ അല്ലാ. ദുനിയാവിൽ നീ അവർക്ക് ഔന്നിത്യം നൽകണേ അല്ലാ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ നീയാണ് പ്രതാപം നൽകുന്നവൻ, നീ ഞങ്ങൾക്ക് പ്രതാപം നൽകണേ അല്ലാ. അല്ലാഹുവേ നീയാണ് നിന്നത നൽകുന്നവൻ, ഞങ്ങൾക്ക് നീ നിന്നത നൽകല്ല അല്ലാ. അല്ലാഹുവേ നീയാണ് ഖൈർ ചൊരിയുന്നവൻ, ഞങ്ങൾക്ക് നീ ഖൈർ ചൊരിഞ്ഞു തരണേ അല്ലാ. സർവ്വ മലക്കൂത്തും സർവ്വാധിപത്യവും നിന്റെ പക്കലാണ് അല്ലാ. സർവ്വ നന്മകളും നിന്റെ കയ്യിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ നീ പരിഗണിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.